ഹോട്ടൽ മാനേജ്മെന്റ്, നേഴ്സ്, ക്ലാസിക്കൽ ഡാൻസ്, മൂന്ന് മൂന്ന് മേഖലയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചലിന് സംഭവിച്ചാണോ അതോ ഇഷ്ടത്തോട് തിരഞ്ഞെടുത്ത് തന്നെയാണോ? ഇല്ല, ഇഷ്ടത്തോടെ തിരഞ്ഞെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോവുക അല്ലെങ്കിൽ അങ്ങനെ അതിലോട്ട് കയറണം എന്ന് വിചാരിച്ചിട്ടില്ല. എനിക്ക് ഹോട്ടൽ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, നേരത്തെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സമയത്ത് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അങ്ങനെ പോയി ജോയിൻ ചെയ്തതായിരുന്നു. പിന്നെ എനിക്കൊരു കുഞ്ഞൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഹോട്ടൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹോട്ടലിൽ കയറി നമുക്കൊരു ട്രെയിനിങ് പോലെയുള്ള ഇതുണ്ട്. പക്ഷെ അവിടെ സാലറി ഉണ്ടായിരുന്നു. വൺ ഡേ ആ സമയത്ത് ഒരു 250 എങ്ങാണ്ടോ റുപ്പീസ് എങ്ങാണ്ടോ പേയ്മെൻറ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ഓർമ്മയാണെങ്കിൽ അതാണ് ഓർമ്മയുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു 2-3 ദിവസം അവിടെ വർക്ക് ചെയ്തു. ഹോട്ടൽ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്, ഇവിടെ തമ്പാനൂരുടെ അടുത്ത് തന്നെ, പേര് ഞാൻ പറയുന്നില്ല. ആ സ്ഥലത്ത് പോയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പുള്ളി ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിച്ചായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്കെന്തോ ഇങ്ങനെയാണോ ഹോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി റിസപ്ഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. ആ കൊച്ച് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് അവിടെ ഗസ്റ്റായിട്ട് വന്നൊരു പുള്ളി ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ റൂം തുറന്ന് കാണിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കുകയും മോശമായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ താഴെ റിസപ്ഷനിൽ പോയി പറഞ്ഞു, ഈ സാർ ശരിയല്ല, ഈ സാർ ഭയങ്കരമായിട്ട് അനാവശ്യം പോലെ സംസാരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് മാനേജറുടെ വാക്യാത്തൊന്നും കേട്ട എന്തോ പറയുന്നത് ഗസ്റ്റാണ്. അപ്പോൾ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അവരുടെ ഇഷ്ടത്തിനാണ്. അന്ന് ഞാൻ നോക്കിയതാണ്. അതായത് നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് ഇത് റിസൾട്ട് കിട്ടിയത് അല്ലേ? ഞങ്ങൾ കൊടുത്ത കംപ്ലൈന്റിന് എഗൻസ്റ്റ് ആയിട്ട് ഞങ്ങൾ അതായത് എന്താ പറയുന്നത്, ഇവിടെ വരുന്ന ദൈവമാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്താണോ പറയുന്നത് ഞങ്ങൾ അനുസരിക്കുക. അതായത് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവണം.